സ്വപ്ന ചിത്രങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗോട്ടിമായൻ സിനിമയാണ്. പേര് അവർ മദേഴ്സ്. സിനിമ ആരംഭിക്കുന്നതിന് മുമ്പ് ഗോട്ടിമാലയുടെ ചരിത്രം ഒരല്പം അറിയുന്നത് നന്നായിരിക്കും. 250 BCയിലെ മായൻ സംസ്കാരവുമായി ചേർന്നു നിൽക്കുന്നു ഈ ഗോട്ടിമായയുടെ ചരിത്രം. 1821 ഗോട്ടിമാല സ്പെയിനിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ അമേരിക്കയുടെ പിന്തുണയുള്ള സ്വേച്ഛാധികാരികളുടെ ഒരു പരമ്പരയാണ് ഈ രാജ്യം ഭരിച്ചിരുന്നത്. 1960 മുതൽ 1996 വരെ ഗ്വാട്ടിമാല US പിന്തുണയുള്ള സർക്കാരും ഇടതുപക്ഷക്കാരും തമ്മിൽ രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധം നടന്നു. ഈ കാലത്ത് എണ്ണമറ്റ കുഴിമാടങ്ങൾ രാജ്യത്ത് ഉണ്ടായി. പിന്നീട് വന്ന ജനാധിപത്യ സർക്കാർ ഈ കുഴിമാടങ്ങളിലെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് DNA ടെസ്റ്റ് നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും അല്ലാത്തവ ആചാരപ്രകാരം സംസ്കരിക്കുകയും ചെയ്തു. ഇക്കാലത്താണ് ഈ സിനിമ സംഭവിച്ചിരിക്കുന്നത്. അവർ മദേഴ്സ്. ഏണസ്റ്റോ ഗാട്ടിമാലയിലെ ആന്ത്രോപോളജിസ്റ്റ് ആണ്. രാജ്യത്തെ ആഭ്യന്തര യുദ്ധകാലത്തെ കുഴിമാടങ്ങൾ കണ്ടെത്തുക, അവിടെ നിന്നും കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ ബന്ധുക്കളുമായി DNA ടെസ്റ്റ് നടത്തി വിട്ടുകൊടുക്കുക, ഇതൊക്കെയാണ് പണി. ഒരു കുടുംബം വരുന്നു. അമ്മയും 2 പെൺകുട്ടികളും. വിപ്ലവകാലത്ത് കാണാതെ പോയ ഗൃഹനാഥനെ തേടിയാണ് വരവ്. അയാളുടെ ഭൗതിക അവശിഷ്ടം അടങ്ങുന്ന പെട്ടി ഏണസ്റ്റോ അവർക്ക് കൈമാറുന്നു. അവരുടെ അന്വേഷണത്തിന് ഒരു അന്ത്യം ആയി. ദുഃഖം കടിച്ചമർത്തിയാണെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അവശിഷ്ടമെങ്കിലും കാണാൻ കഴിഞ്ഞതിലും അതിനൊരു ആചാരങ്ങളിൽ അധിഷ്ഠിതമായ സംസ്കാരം നൽകുന്നതിലും അവർ സന്തുഷ്ടരാണ്. ഏണസ്റ്റോവിന് അമ്മ മാത്രമേ ഉള്ളൂ. വിപ്ലവകാലത്തെ ലോക്കൽ നേതാവായ അച്ഛനെ പിന്നീട് കാണാതാവുകയാണ്. ഒരു ദിവസം ഒരു സ്ത്രീ ഏണസ്റ്റോവിനെ കാണാൻ എത്തുന്നു. തിരക്കിനാണെന്ന് പറഞ്ഞിട്ടും വളരെ ദൂരെ നിന്നുള്ള നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ഇതാണെങ്കിലും എന്നെ കേൾക്കണം എന്ന് ആ സ്ത്രീ പറയുന്നു. അവരുടെ ഗ്രാമത്തിൽ പട്ടാളം എത്തിയെന്നും ആണുങ്ങളായ മുഴുവൻ ആളുകളെയും പട്ടാളം ആ ഗ്രാമത്തിലെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു എന്നും അവർ പറയുന്നു. രാത്രി ഏറെ വൈകിയും അവരെ മർദ്ദിക്കുകയും അവരുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു എന്നും അവർ പറയുന്നു. എൻ്റെ മാരിയോയെയും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും അവർ പറയുന്നു. രാത്രി ഏറെ വൈകിയപ്പോൾ ഞാനടക്കം സ്ത്രീകളെ സ്കൂളിലേക്ക് വിളിപ്പിക്കുകയും ഞങ്ങളെ മാനബന്ധപ്പെടുത്തുകയും ചെയ്തു. രാവിലെ ഞങ്ങളെക്കൊണ്ട് വലിയൊരു കുഴി ഉണ്ടാക്കുകയും അവർ എൻ്റെ മാറ്റിയോയനെ അടക്കം എല്ലാവരെയും വെടിവെച്ച് കൊന്ന് കുഴിയിൽ ഇട്ടു മൂടി. അവരുടെ കഥ കേട്ട് ഏണസ്റ്റോ ആവശ്യമായ കുറിപ്പുകൾ ഉണ്ടാക്കുന്നു. ആ സ്ത്രീ അവരുടെ ഭർത്താവായ മാറ്റിയോയുടെ ഫോട്ടോ കാണിക്കുന്നു. പക്ഷേ അതൊരു ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോയിലെ ഒരാളുടെ മേൽ ഏണസ്റ്റോയുടെ കണ്ണുകൾ ഉടക്കുന്നു. അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീക്കും അയാളെക്കുറിച്ച് വലിയ പിടിപാടൊന്നും ഇല്ല. ഏണസ്റ്റോ തൻ്റെ മേശയിൽ സൂക്ഷിച്ച ഫോട്ടോ ആ സ്ത്രീയെ കാണിച്ചപ്പോൾ അവർ അയാളെ തിരിച്ചറിയുന്നു. ഏണസ്റ്റോ കാണിച്ച ഫോട്ടോയിലെ ആൾ തന്നെയാണ് ആ ഗ്രൂപ്പ് ഫോട്ടോയിലെയും ആൾ എന്ന് അവർ തിരിച്ചറിയുന്നു. അവർക്ക് അയാളുടെ പേര് അറിയില്ല. ബോസ് എന്നാണ് അയാളുടെ വിളിപ്പേര്. ഏണസ്റ്റോ ആ മനുഷ്യനെ തിരിച്ചറിയുന്നു. എൻ്റെ അച്ഛൻ. വീട്ടിൽ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു മൈൻഡും തീരെ ഇല്ല. ആരാണ് ആ സ്ത്രീ? വേറെ ആരെയെങ്കിലും അവർ തിരിച്ചറിഞ്ഞോ? ഏതോ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ട് ഇറങ്ങാൻ പറ്റുമോ? ഏണസ്റ്റോ ഒറ്റ കാര്യമേ ചോദിച്ചിട്ടുള്ളൂ. അച്ഛൻ അവിടെ പോയിരുന്നു, എനിക്ക് ഓർമ്മയില്ല എന്ന് അമ്മ. അക്കാലത്ത് ഞാനും ജയിലിലായിരുന്നു. പിറ്റേന്ന് ഏണസ്റ്റോയുടെ
ബോസും നിരുത്സാഹപ്പെടുത്തുന്നു. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തിലെ തിരച്ചിൽ പൂർത്തിയായി കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഏതോ ഒരു സ്ത്രീ പറഞ്ഞത് കൊണ്ട് ഇറങ്ങരുത്. സ്വന്തം പിതാവിൻ്റെ അവശിഷ്ടങ്ങൾ അക്കൂട്ടത്തിൽ കണ്ടേക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡ്യൂട്ടിയും ബന്ധുവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് ബോസ് നിർദ്ദേശിച്ചു. ഏതായാലും ഏണസ്റ്റോ സഹപ്രവർത്തകനുമായി ആ ഗ്രാമം സന്ദർശിക്കുന്നു. ആദ്യം NH, പിന്നെ മല കയറി കാടിൻ്റെ നടുവിലൂടെ കയറിയും ഇറങ്ങിയും വളഞ്ഞും തിരിഞ്ഞും ആ ഗ്രാമത്തിലെത്തുന്നു. അന്നൊന്ന് പണിയെടുത്ത് ജീവിക്കുന്ന പട്ടിണി പാവങ്ങൾ, അതിൽ അന്ന് വന്ന ആ സ്ത്രീയും ഉണ്ട്. ടീമിന് വാം വെൽക്കം. ലോഡ്ജ് ഇല്ലാത്തതിനാൽ ഏണസ്റ്റോ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീയുടെ വീട്ടിലും ആ സ്ത്രീ അടുത്ത വീട്ടിലും ഉറങ്ങി. രാവിലെ സൈറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ഗ്രാമം മുഴുവൻ കൂടെയുണ്ട്. അവർ സൈറ്റിലേക്ക് നീങ്ങുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ വേറൊരു പ്രശ്നം. ആ സൈറ്റ് ഇപ്പോൾ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ആയുധധാരികൾ കാവലുണ്ട്. അത് കണ്ട് ആ സ്ത്രീയും ഏണസ്റ്റോയും സുഹൃത്തും ഒഴിച്ച് ബാക്കി എല്ലാവരും പോകുന്നു. കാവൽക്കാരുമായി അവർ താഴ്മയായി അപേക്ഷിക്കുന്നു. എന്നിട്ടും അനുവദിക്കുന്ന പ്രശ്നം ഇല്ല എന്ന് കണ്ടപ്പോൾ ഏണസ്റ്റോ പൈസ കൊടുക്കും, സമ്മതിപ്പിക്കുന്നു. ആ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നു. ഏണസ്റ്റോവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പിതാവ് ഉറങ്ങിക്കിടക്കുന്ന മണ്ണ്. പക്ഷേ മണ്ണ് മാറ്റാൻ തുടങ്ങിയപ്പോൾ കാവൽക്കാർ പ്രശ്നമുണ്ടാക്കുന്നു. എന്നിട്ടും മണ്ണ് മാറ്റുന്ന ഏണസ്റ്റോവിൻ്റെ കഴുത്തിൽ കത്തിവച്ചാണ് പിന്തിരിപ്പിക്കുന്നത്. ഈ യാത്ര കൊണ്ട് ആകെ കിട്ടിയ ഗുണം, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഗ്രാമത്തിൽ വന്ന് മരിച്ചവരെക്കുറിച്ച് സംസാരിക്കുകയും പഴയ സ്ത്രീയുടെ ഇടപെടലിൻ്റെ ഭാഗമായും ഉറ്റവരെ നഷ്ടപ്പെട്ട സ്ത്രീകൾ ഏണസ്റ്റോവിൻ്റെ മുമ്പിൽ എത്തി മൊഴി കൊടുക്കാൻ തയ്യാറായി എന്നതുമാണ്. ഏതോ ഒരു സ്ത്രീയുടെ പുലമ്പൽ എന്ന അവസ്ഥയിൽ നിന്നും കൃത്യമായ തെളിവുകൾ ഉള്ള ഒരു കേസായി ഇത് മാറി എന്നതാണ്. അവർ തിരിച്ചു പോരുന്നു. വീട്ടിലെത്തിയ ഏണസ്റ്റോവിനോട് എന്ത് സംഭവിച്ചു എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് വിശദമായി പിന്നീട് സംസാരിക്കാം എന്നാണ്. പിറ്റേന്ന് ഡ്യൂട്ടിക്ക് കണ്ടമാനം വഴക്ക് പറയുന്നു. ഇവിടെ മുനിസിപ്പൽ ശ്മശാനത്തിൽ ധാരാളം പണി കിടക്കുമ്പോഴാണ് ഗ്രാമത്തിലേക്ക് പോയത്. തീരെ ശരിയാവില്ല. അതിനാണ് വഴക്ക് കയറിയ ഏണസ്റ്റോയിനെ അന്നു രാത്രി ഓഫീസിൽ പണിയെടുക്കുമ്പോൾ ഏണസ്റ്റോയിൻ്റെ അടുത്ത് ബോസ് വരുന്നു. വളരെ സൗമ്യനായി ബോസ് പറയുന്നു, മുനിസിപ്പൽ ശ്മശാനത്തിൽ നിന്നും നിൻ്റെ അച്ഛൻ്റെ ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ID പേപ്പറുകൾ ടെസ്റ്റ് ചെയ്തു. DNA ടെസ്റ്റിന് സാമ്പിൾ അയച്ചിട്ടുണ്ട്. നിൻ്റെ അമ്മയെ വിവരം അറിയിച്ചിട്ടുണ്ട്. അവളിപ്പോൾ ഡ്യൂട്ടിയിലാണ്. ഏണസ്റ്റോ നേരെ അമ്മയുടെ അടുത്ത് നിന്നു. ആ അമ്മയും മോനും കെട്ടിപ്പിടിക്കുന്നു. സന്തോഷമായി. ഏണസ്റ്റോവിൻ്റെ കാത്തിരിപ്പിന് അവസാനമായി. ഇനി അച്ഛനെ അടക്കം ചെയ്യണം. ശവകുടീരം വേണം. അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അമ്മയ്ക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല എന്ന് അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ നിന്നും ഏണസ്റ്റോ പോയത് DNA ടെസ്റ്റ് നടത്തുന്ന ലാബിലേക്കാണ്. അവിടെ കാത്തുനിന്ന് അവസാനം റിസൾട്ട് വരുന്നു. പക്ഷെ എന്താണ് പറഞ്ഞതെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഏണസ്റ്റോ വീട്ടിലേക്ക് പോകുന്നു. അമ്മയും മകനും. അവർക്ക് സന്തോഷമില്ല, പകരം മ്ലാനതയാണ്. ബീച്ചിൽ പോയാലോ എന്ന് ഏണസ്റ്റോ പറയുന്നു. അത്ര സന്തോഷമല്ലെങ്കിലും അമ്മയും സമ്മതിക്കും. ഏണസ്റ്റോ അമ്മയോട് ചോദിക്കുന്നു, എൻ്റെ കണ്ണുകൾ അച്ഛൻ്റേതുപോലെ ആണോ? മൂക്ക്, വായ ഒക്കെ അച്ഛൻ്റേതുപോലെ ആണോ? എൻ്റെ അച്ഛൻ വെള്ളമടിക്കാറുണ്ടോ? മുക്കിയും മൂളിയിലും ഒക്കെ ആ അമ്മ മറുപടി പറയുന്നു. അവസാനം ഏണസ്റ്റോ പറയുന്നു, ഞാൻ ജുവാൻ മാലുവൻ്റെ മകനല്ല. അപ്പോഴും ആ അമ്മ മൗനം കാണിക്കുന്നു. അവസാനം ആലോചിച്ച് ആ അമ്മ മറുപടി പറയുന്നു, ഞാൻ ചെയ്തത് മുഴുവൻ നിന്നെ സംരക്ഷിക്കാനായിരുന്നു. നീയായിരുന്നു എൻ്റെ കരുത്ത്. ഞാൻ പലവട്ടം നിന്നോടത് തുറന്നു പറയാൻ തുടങ്ങിയതാണ്, എല്ലാം അവസാനിപ്പിക്കാൻ. പക്ഷേ നിൻ്റെ മുഖം കാണുമ്പോൾ അവൻ ചോദിച്ചു, എന്നെ സംരക്ഷിക്കാനോ? എന്തിൽ നിന്ന്? അമ്മ പറയുന്നത് സത്യത്തിൽ നിന്ന്, നാണക്കേടിൽ നിന്ന്. അവസാനം ആ അമ്മ ഇത്ര കൂടി പറയുന്നു,
ഏണസ്റ്റോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒന്ന് നീയാണ്, നീ മാത്രമാണ്. അവസാനം ഏകയായി ഒറ്റയ്ക്കായി ആ അമ്മ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ജീവൻ്റെ ജീവനായ മകൻ വേറെ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഹൃദയത്തിലേക്ക് പതിച്ച കീഗോളം കടുത്തതായിരുന്നു. അവന് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൻ ആ തീരുമാനം എടുത്തു. അവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം കോടതിയിൽ വിപ്ലവ ശേഷമുള്ള വിക്ടിംസിൻ്റെ സിറ്റിംഗ് നടന്നു. ആദ്യം വിസ്തരിച്ചത് ക്രിസ്റ്റീനയെ ആണ്, അതായത് ഏണസ്റ്റോവിൻ്റെ അമ്മ. ജഡ്ജി ചോദിച്ചത്, നിങ്ങൾക്കെതിരെ കുറ്റം നടത്തിയവരെ നിങ്ങൾക്കറിയാമോ എന്നാണ്. അവർ പറയുന്ന മറുപടി ഇല്ല എന്ന്. നിങ്ങൾ നേരിട്ട അവമതികൾ പറയാമോ എന്ന് ജഡ്ജ്. 1982 മിലിറ്ററി പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. നേരെ ചൊവ്വേ ഇരിക്കാനും പോലും കഴിയാത്ത സെല്ലിലാണ് എന്നെ അടയ്ക്കുന്നത്. ഷോക്ക് അടുപ്പിക്കുന്നത് മുതൽ എല്ലാ പീഡനവും എൻ്റെ ദേഹത്ത് ചെയ്തു. 6 മാസം എന്നെ കടങ്കലിൽ വെച്ചു. 6 മാസവും ഡെയിലി അവർ എന്നെ ബലാത്സംഗം ചെയ്തു. 6 മാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഞാൻ ഗർഭിണിയായിരുന്നു. പിന്നെ കാണുന്നത് അമ്മയും മകനും കെട്ടിപ്പിടിച്ച് പരസ്പരം സമാധാനിക്കുകയാണ്. അങ്ങനെ ഒരു എൻഡിങ് ഏണസ്റ്റോ പ്രതീക്ഷിച്ചിരുന്നു. അവന് അമ്മയോടുള്ള സ്നേഹവും വിശ്വാസവും കൂടുന്നു. പിറ്റേന്ന് ഓഫീസിൽ ചെന്ന് അവൻ്റെ അച്ഛൻ്റെ അവശിഷ്ടങ്ങൾ ടേബിളിൽ അറേഞ്ച് ചെയ്ത് തലയോട്ടിയിൽ ചുറ്റിപ്പിടിച്ച് അവൻ പറയുന്നു, എന്നും നീ എൻ്റെ പപ്പ ആയിരിക്കും. അങ്ങകലെ ആ ഗ്രാമത്തിൽ കുഴിമാടം തുറന്നു നോക്കുന്നതിന് സർക്കാരിൻ്റെ പെർമിഷൻ നൽകുകയും ആ പ്രോസസ്സ് നടക്കുമ്പോൾ അതിനു ചുറ്റും കൂടുന്ന അമ്മമാരെ കാണിക്കുകയും ചെയ്തുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു.